ഓക്കെ, അപ്പൊ നമ്മള് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗില് നമ്മൾ ഏതാ ചെയ്തത്? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതില് കുറച്ച് വാല്യൂസ് കൊടുത്തു, എന്നിട്ട് അതിൽ എന്താ ചെയ്തേ? ടോട്ടൽ ഓർഡേഴ്സിന്റെ ഡാറ്റാബാസ് നമ്മൾ ചേഞ്ച് ചെയ്തു കേട്ടോ. ഇങ്ങനെ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റവന്യൂന്റെ ഐക്കൺസ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഇതൊക്കെ നമുക്ക് ഏതിൽ പറ്റും? ഓക്കെ, നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇവിടെ ഓൾറെഡി ടോട്ടൽ ഓർഡേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പം ടോട്ടൽ റവന്യൂന്റെയോ റിട്ടേൺ റേറ്റിന്റെ ഒക്കെ വേറെ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൽ എലമെന്റ്സ് എടുക്കാം. അതിൽ സീരീസിൽ എന്താ കൊടുക്കണ്ടേ? നമ്മൾക്ക് ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളത്തിന്റെ അല്ലെങ്കിൽ ആ വാല്യൂന്റെ നെയിം കൊടുക്കാം. ഇപ്പൊ ഞാനിപ്പം ടോട്ടൽ റവന്യൂ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഓപ്ഷൻസ് വരും. അതിൽ ഏതാണോ മാറ്റേണ്ടത്, ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാണ്. എന്നിട്ടൊരു കളർ ഞാൻ അവിടെ ഫോം ചെയ്യാണ്. ഓക്കെ, ഇനി ഓക്കെ കൊടുക്കാം. നമുക്ക് കണ്ടോ, ഡാർക്കിലും ലൈറ്റ് യെല്ലോയിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഐക്കൺസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതില് എങ്ങനെയാണ് നമുക്ക് ഫിൽറ്ററിങ് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാൻ പറ്റും. ആ ഫിൽറ്റേഴ്സിൽ എന്താ? ഇവിടെ ഇപ്പൊ കാറ്റഗറി നെയിം ആണ് കിടക്കുന്നത്. അപ്പോ ഓക്കെ, ഞാനിപ്പം പ്രൊഡക്റ്റ് നെയിമിന്റെ ബേസിലാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, ഫിൽറ്റേഴ്സ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് വാല്യൂസ് വരും. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടേബിൾസിന്റെ വാല്യൂസ്. ഇതിൽ ഞാൻ പ്രൊഡക്റ്റ് നെയിമിന്റെ നേരെയുള്ള ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്തു. ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴെന്താ, നമുക്കിവിടെ 3 ടൈപ്പ് ഫിൽറ്റേഴ്സ് വരും: അഡ്വാൻസ്ഡ് ഫിൽറ്ററിങ്, ബേസിക് ഫിൽറ്ററിങ്, ടോപ്പ് ആൻഡ് ഫിൽറ്ററിങ്. ടോപ്പ് ആൻഡ് ഫിൽറ്ററിങ് എന്ന് പറയുന്നത് എന്താ? അതായത് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 2 പ്രൊഡക്റ്റുകൾ ഏതൊക്കെയെന്നൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും ടോപ്പ് ആൻഡ് യൂസ് ചെയ്യുന്നത്. ബേസിക് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും അതിലുണ്ടാവും. എല്ലാ പ്രൊഡക്റ്റിന്റെ നെയിമും ഇതിൽ വരും. ഇതിൽ നമുക്കിപ്പോ എന്താ, ഒരെണ്ണം മാത്രം മതി, ഇനി അത് ടിക്ക് ചെയ്തിട്ടെടുത്ത് അതിന്റെ വാല്യൂ മാത്രം കാണാം. ഇനി അഡ്വാൻസ്ഡ് ഫിൽറ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്രേറ്റർ ദാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കൊടുക്കില്ലേ? സ്റ്റാർട്ട്സ് വിത്ത്, ഡസ് നോട്ട് സ്റ്റാർട്ട്സ് വിത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതാണ് അഡ്വാൻസ്ഡ് ഫിൽറ്ററിംഗിൽ വരുന്നത്. അപ്പം ഞാനിവിടെ ടോപ്പ് ആൻഡ് ഫിൽറ്ററിംഗ് തന്നെ സെലക്ട് ചെയ്യാണ്. ഫിൽറ്റർ ടൈപ്പിൽ ടോപ്പ് ആൻഡ് സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 10 പ്രൊഡക്റ്റ് നെയിം ആണ് വേണ്ടത്. ഇനി ഇവിടെ ബൈ വാല്യൂ ഞാനിവിടെ കൊടുക്കുന്നത് ടോട്ടൽ ഓർഡേഴ്സ് തന്നെയാണ്. അതായത് ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിലാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 10 പ്രൊഡക്ട്സിനെ കാണേണ്ടത്. അപ്പൊ ഞാനിവിടെ ടോട്ടൽ ഓർഡേഴ്സ് തന്നെ കൊടുക്കാണ്. സോറി, ഡാറ്റയിൽ ചെന്ന് കൊടുക്കാം. ഓർഡേഴ്സ്. ഓക്കെ, ടോട്ടൽ ഓർഡേഴ്സ് എടുത്ത് ഞാൻ ഈ ബൈ വാല്യൂല് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു. ദെൻ അപ്ലൈ ഫിൽറ്റർ കൊടുത്തു. ഇവിടെ ചേഞ്ച് വന്ന കണ്ടോ, ഇവിടെ ടോപ്പ് ആയിട്ട് വരുന്ന 10 പ്രൊഡക്റ്റുകളെ വന്നിട്ടുള്ളൂ. കണ്ടോ, ഇപ്പൊ ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിലാണ് ഞാനിത് ഇപ്പം കണ്ടത്. അപ്പൊ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 10 പ്രൊഡക്ട്സ് എന്തിന്റെ ബേസിൽ? ടോട്ടൽ ഓർഡേഴ്സിന്റെ ബേസിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഫിൽറ്ററിങ് ചെയ്യേണ്ടത്.